ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. സാധാരണ ഞാൻ ചെയ്യാത്ത കാറ്റഗറിയിലുള്ള ഒരു വീഡിയോ ആണത്. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന ടോപ്പിക്കല്ല എന്ന് ഓർത്തിട്ട് നമുക്ക് പറയേണ്ട വിഷയങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോം തന്നെയാണല്ലോ യൂട്യൂബ്, ഫേസ്ബുക്ക്, അതേപോലെ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് എന്താണോ പറയാനുള്ളത് നമുക്കത് പറയാനുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നേരത്തെ ഞാൻ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പറയാമെന്ന് ഓർത്തിട്ട് ചെറിയൊരു വീഡിയോ കൂടെ ചെയ്യണേ. ചെറിയ വീഡിയോയിൽ തന്നെ നിർത്തുകയും ചെയ്യും. അപ്പോൾ ഈ ആര്യ ഹുസൈൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടായിട്ടോ ഒന്നുമല്ല, ചുമ്മാ കുത്തിരുന്ന് അങ്ങ് വെല്ലുവിളിച്ചോളൂ. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഞോണ്ടി എടുത്തു കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ പുറകെ കിടന്ന് വെല്ലുവിളിക്കുക. എന്നിട്ട് പറയും, നിങ്ങൾ ഇതിന് തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ ഈ പണി ഞാൻ ഇന്ന് നിർത്തും, ഇവിടെ വെച്ച് നിർത്തും എന്നൊക്കെ. എവിടെ ഒരു ചുക്കും നടക്കൊന്നുമില്ല. ഡയലോഗ് അങ്ങനെ അടിക്കുകയും ചെയ്യും. അപ്പോൾ ആര്യ ഹുസൈൻ്റെ ഒരു വെല്ലുവിളി, ഒരു മെയിനായിട്ടുള്ള വെല്ലുവിളിയും, ആ വെല്ലുവിളി ഏറ്റെടുത്ത് അതിനൊരു വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പണി നിർത്തും എന്ന് പറഞ്ഞതും, അതിനുശേഷം ആരിഫെ പണി നിർത്താനൊരുങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പറായിട്ടുള്ളൊരു ഉസ്താദ് ആരിഫിന് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ സൈഡിൽ ഈ വീഡിയോ ഒന്ന് കൊടുക്കാം. ഇതുപോലുള്ള വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ലക്കും ദീനക്കും വലിയ ദീൻ ഇത് പറഞ്ഞാണ് തടി തപ്പാറ്. എനിക്ക് ഞാൻ താങ്കൾ വെല്ലുവിളിക്കാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മതസൗഹാർദ്ദം അതല്ലെങ്കിൽ ഒരു മതേതരത്വം ഇതൊക്കെ ഉയർത്തി വെക്കുന്ന രീതിയിൽ നിലനിൽക്കുന്ന, റദ്ദാക്കാത്ത, ഇന്നും ആശയപരമായിട്ട് നിലനിൽക്കുന്ന ഒരെണ്ണം പറ്റിയില്ലെങ്കിൽ ഒരു ആയത്ത് കൊണ്ട് തന്നാൽ നമ്മൾ പണി നിർത്തുന്ന. കേട്ടല്ലോ, ആരിഫ് ജി പണി നിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉസ്താദ് ഒരു ഉസ്താദിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, കിഡിലെന്നൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ മറുപടി കേട്ടിട്ട് ആരിഫ് ജി പണി നിർത്തുമെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? കേട്ടോക്കെ പറയുന്നുള്ളൂ. എന്നാൽ ആരിഫ് ജി പണി നിർത്താൻ തയ്യാറായിക്കോ എന്നാ പിടിച്ചോ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും. നിങ്ങളോട് ശത്രുത പുലർത്താത്ത, നിങ്ങളോട് യുദ്ധത്തിന് വരാത്ത, നിങ്ങളെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാത്ത ആളുകളുമായി അള്ളാഹു നിരോധിച്ചിട്ടില്ല. എന്ത് നിരോധിച്ചിട്ടില്ല? അൻ തബറൂഹും വതുസ്ഖിതു ഇലൈഹിം. അവർക്ക് നന്മ ചെയ്യുന്നതിനെ തൊട്ട്, അവരുമായി സഹവസിക്കുന്നതിനെ തൊട്ട്, അവരുമായി സ്നേഹത്തിൽ കഴിയുന്നതിനെ തൊട്ട് അള്ളാഹു നിരോധിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹു നിരോധിച്ചത് ആരെയാണ്? ഇന്നമാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരിക്കും. നിങ്ങളോട് ശത്രുത പുലർത്തുകയും നിങ്ങളെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ശത്രുക്കളായിട്ടുള്ള അന്യമതസ്ഥരോടാണ് നിങ്ങൾ അവരോട് സഹവസിക്കരുത് എന്ന് അള്ളാഹു നിരോധിച്ചിട്ടുള്ളത്. ഉസ്താദ് നല്ല വെടിപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ. ഇനിയിപ്പോൾ ആരിഫ് പണി നിർത്തോ? എവിടെ അല്ലേ, പായ്ത്താളടിക്കാനല്ലേ പറ്റുള്ളൂ. ആരിഫ് പണി നിർത്തൂല, ആരിഫ് കൊണയും നിർത്തൂല, ഒന്നും നിർത്തൂല. കാരണം എന്താ? ആരിഫിൻ്റെ അന്നം മുട്ടും. മുസ്ലിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല മാർക്കറ്റാണ്. ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നല്ല മാർക്കറ്റാണ്. അപ്പോൾ ഈ ആരിഫ് പണി നിർത്തുമോ? നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആരിഫ് പട്ടിണിയല്ലേ. അതുകൊണ്ട് ആരിഫ് ഇത് നിർത്താൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ആരിഫിന് അങ്ങനെ വളരാൻ നമ്മൾ വിടാൻ പറ്റുമോ? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ? കുറച്ച് പേരെങ്കിലും പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ ആരിഫ് എന്താ പറയുക, മുക്കിന് വന്നിരുന്ന പറയുന്നുണ്ട്, മുസ്ലിങ്ങളോട് ആഹ്വാനമുണ്ട്, ഖുർആനിൽ ആഹ്വാനമുണ്ട്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, മറ്റുള്ളവരെ ആക്രമിക്കണം, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അകറ്റി നിർത്തണം, അവരോട് യുദ്ധം ചെയ്യണം, ഒരിക്കലും സന്ധി പാടില്ല എന്നുള്ള രീതിയിലാണ് മുസ്ലിങ്ങളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ആ രീതിയിലാണ് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ യുദ്ധത്തിൻ്റെ മതമാണ്, അല്ലെ അക്രമത്തിൻ്റെ മതമാണ് എന്ന് പറഞ്ഞ് പരത്താൻ വേണ്ടിയിട്ടാണ് ആരിഫിന് ശുഷ്കാന്തി. എന്നാൽ ഞാൻ ആരിഫിനോടൊരു കാര്യം പറയട്ടെ. പിതൃശൂന്യനായ ശുനകപുത്രനായ ആരിഫെ, ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് വാ. ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിക്കലൊരു നേർച്ച നടക്കുന്ന സമയത്ത് അവിടെ മഹലിൽ എത്ര മുസ്ലിം കുടുംബങ്ങളുണ്ട് എന്ന് നോക്കിയിട്ട് അവർക്ക് കണക്കാക്കിയിട്ടല്ല ഭക്ഷണം പൊതിയുന്നത്. മഹലിൽ മൊത്തം എത്ര കുടുംബങ്ങളുണ്ട്, ഹിന്ദുക്കളായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ബംഗാളി എന്ന് വെച്ചാൽ ഈ അതിഥി തൊഴിലാളികളുണ്ടല്ലോ, അവരായിക്കോട്ടെ, എത്ര കുടുംബങ്ങൾ മഹലിൽ താമസിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് നേർച്ചയ്ക്ക് ഭക്ഷണം പൊതിയുന്നത്. കാരണം അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ സമ്പ്രദായമില്ല. ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിലെ ഉത്സവത്തിന് മുന്നിലുണ്ടാകുക ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളായിരിക്കും. അവിടെ എല്ലാ സഹായത്തിനും മുസ്ലിം സുഹൃത്തുക്കളുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിലൊരു എന്തെങ്കിലും ഒരു നേർച്ചയോ പരിപാടിയോ നബിദിനോ ബാക്കിയുള്ള കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവിടെ ഞങ്ങളെ ഹിന്ദു സഹോദരങ്ങൾ വന്നിട്ട് ആ പള്ളിയിൽ സഹായിക്കുകയും, പന്തൽ കെട്ടാനായിക്കോട്ടെ, മേശ പിടിച്ചിടാനായിക്കോട്ടെ, പായസം വെക്കാനും കൊടുക്കാനും തോരണം കെട്ടാനും എല്ലാത്തിനും ഹിന്ദു സഹോദരങ്ങളുണ്ടാകും. ഈ മുസ്ലിങ്ങൾ അങ്ങനെയാണെങ്കിൽ എല്ലാ നാട്ടിലും അങ്ങനെ ആവണ്ടേ? നിനക്കറിയുന്ന ചുരുക്കം ചില മുസ്ലിങ്ങൾ, അല്ലെ മുസ്ലിങ്ങളുടെ പേര് കളയാനായിട്ട് നടക്കുന്ന കുറച്ച് പേര് അങ്ങനെ ഉണ്ടെങ്കിൽ നീ അവരെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. എന്തിനാണ് ഈ ഇസ്ലാമിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നത്? നീ എക്സ് മുസ്ലിം ആയതിൻ്റെ കാരണം എന്താണെന്നറിയും. ഇസ്ലാമിൽ ജീവിക്കുമ്പോൾ അതിനൊരു ചട്ടക്കൂടുണ്ട്. അവിടെ സക്കാത്ത് കൊടുക്കേണ്ടി വരും, നോമ്പ് നോൽക്കേണ്ടി വരും, നിസ്കരിക്കേണ്ടി വരും,
കള്ളു കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, അങ്ങനെ പല നിബന്ധനകളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതാരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യനായിട്ട് വളരെ നല്ല രീതിയിൽ അതിൻ്റേതായിട്ടുള്ള ചട്ടക്കൂടിൽ മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റൊരാൾക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനുള്ളിലിരുന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ മാത്രമാണ് ഇയാൾ എന്താക്കിയത്, എക്സ് മുസ്ലിമായിട്ട് മാറിയത്. ഇസ്ലാം എന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആരും നിർബന്ധിക്കുകയില്ല, ചെയ്യിക്കുകയില്ല, എന്താ ചെയ്യാത്തം ചോദിക്കുകയില്ല. അതുകൊണ്ട് ഇയാൾ എക്സ് മുസ്ലിമായി. അപ്പോൾ പിന്നെ ഇയാൾക്ക് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ, മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇയാൾ ഇതൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ പുറത്ത് പോയി എന്നുള്ള നാട്ടുകാർ പറയൂലേ, അത് പറയരുത്. മാത്രമല്ല മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് കുറച്ച് കാശുണ്ടാക്കിയും കൂടെ വേണം, പണിയെടുക്കാതെ തിന്നാലോ. അതിന് വേണ്ടിയിട്ട് മാത്രം കണ്ടുപിടിച്ചൊരു വഴിയാണെന്ത്, ഈ എക്സ് മുസ്ലിം പട്ടവും ഇസ്ലാമിനെ കുറ്റം പറയാനുള്ളൊരു താല്പര്യം. ഇത് അരിയാഹാരം കഴിക്കുന്ന ആർക്കായാലും മനസ്സിലാവും. അതുകൊണ്ട് ആരിഫേ, എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് മുസ്ലിങ്ങളെ മേക്കിട്ട് കയറാൻ നിൽക്കണ്ട. മുസ്ലിങ്ങളെ ദയവ് ചെയ്ത് നീ ഈ എന്താ പറയുക, ഒരു മതത്തിന് ബാക്കിയുള്ള മതത്തിന് പിന്നെ ആരിഫിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല, അതിന് മാർക്കറ്റില്ലല്ലോ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മേക്കിട്ട് കയറുന്നത് ദയവ് ചെയ്ത് ആരിഫ് നിർത്തിക്കാം. ഇനി എന്തായാലും ഞാൻ ഈ 2 വീഡിയോ കൊണ്ട് നിർത്തുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇനി എന്തായാലും ഞാനിത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും, ഇതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്നും എല്ലാവരും ചാനലിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ.